ആഴക്കടലിന്റെ നടുക്ക് കപ്പയും വേളക്കറി. വേളക്കറി ഇതായിരിക്കും. വേണ്ട നമ്മുടെ വേളക്കറി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അഴീക്കൽ ഹാർബറിലാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മീൻ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഹാർബറിൽ വന്നപ്പോൾ മീൻ കച്ചവടം എല്ലാം തീർന്നു. പക്ഷേ നമുക്ക് ഫ്രഷായിട്ട് മീൻ കിട്ടുന്നൊരു സ്ഥലം ഇവിടെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കടയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് മീൻ മേടിക്കാൻ പോകുന്നത്. ഫിഷ് കാട്ട് എന്ന് പറയുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീൻ നമ്മുടെ ഈ ഹാർബറിൽ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആ ഫ്രഷ് മീൻ തന്നെയാണ് ഈ ഒരു കടയിലും കൊടുക്കുന്നത്. എന്നാൽ അവിടുത്തെ മീൻ മേടിച്ചിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഫിഷ് കാട്ടിന് ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇവിടുത്തെ മീൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? കരിമീനുണ്ട്. പിന്നെ നിൽക്കുന്നത് വേളാവറ്റയുണ്ട്. ഈ കരിമീൻ ഇപ്പോൾ വന്നതാണ് അല്ലേ? ഫ്രഷാണ്. അതാ കരിമീൻ തന്നെ 2-3 സൈസ് വരുന്നുണ്ട്. രാവിലെ 8 മണിക്ക് മുന്നേറ്റ് എല്ലാവർക്കും കസ്റ്റമേഴ്സ് എല്ലാവർക്കും മീൻ എത്തിയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു ബിഗ് ഫിഷ് വേണം. വലിയൊരു ഫിഷ്. ഈ വേളാപ്പാറ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നോ? ഉണ്ടോ? അത് നോക്കട്ടെ. അടിപൊളി. ഇതുണ്ട എത്ര കിലോ വേണോ നോക്കി. ഇത് ഞാൻ ഓക്കെ. അപ്പോൾ 7 കിലോ ഉണ്ട്. 7 കിലോയുടെ വേളാപ്പാര. ഇതാ ഈ എപ്പോഴും കിട്ടുന്ന സാധനമല്ല അല്ലേ വേളാപ്പാര? അപൂർവമായിട്ട് കിട്ടുന്ന വെറൈറ്റി സാധനമാണ്. നമുക്ക് ഇത് വേണം. ഇതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി മീനുകളും ഫ്രഷായിട്ട് കിട്ടുന്നത്. വെച്ചാൽ ഈ തൊട്ടടുത്ത് ഹാർബറാണ്. അതുമാത്രമല്ല ഇവർ ഈ നീണ്ടകരയൊന്നും ശക്തികുളങ്ങരയെന്നും ഒക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യില്ല. അത് ഫ്രഷായിട്ട് കൊണ്ടുപോകും അല്ലേ? എത്ര വർഷം ഇവിടെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പം എത്ര നാളായി ഇവിടെ ഈ ഒരു ഫിഷ് കാട്ട് ആരംഭിച്ചിട്ട്? 4 വർഷമാണ്. എന്തായാലും ഇത് നമ്മൾ തൂക്കിയിട്ടുണ്ട്. എന്താ ഇത് വലിയ സൈസ്. ഇത് 10 കിലോ അടുപ്പിച്ചാണല്ലേ അല്ലേ? കിലോ കേരയൊക്കെ ഉണ്ട്. എല്ലാ സൈസ് മീനും ഉണ്ട്. തിരണ്ടി കട്ട് ചെയ്തിട്ടിരിക്കുക. അത് വലിയ ഇവിടെ വന്നാൽ ഞണ്ട്, കൊഞ്ച്, കരിമീൻ, പിന്നെ തിരണ്ടി, സ്രാവ്, എല്ലാ സൈസ് മീൻ അല്ലേ? എല്ലാ സൈസ് മീനും കിട്ടും. ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാം. വിശ്വസിച്ച് വാങ്ങിക്കാം. വീണ്ടും പർച്ചേസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളത് റിട്ടേൺ ചെയ്തിരിക്കും. വളരെ കിടിലൻ സർവീസാണ്. നമ്മൾ ഫിഷിംഗ് ബോട്ടിലെത്തിയിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ട് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ പാചകം. ഫിഷിംഗ് ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും നല്ല മീൻകറി കിട്ടുന്ന സ്ഥലമാണ് ഫിഷിംഗ് ബോട്ട്. പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചീനി പുഴുങ്ങിയതും നമ്മുടെ വേളക്കറി ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ മുതലാളിയായിട്ട് ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഈ കമലമ്മ ബോട്ടിൻ്റെ മുതലാളിയാണ് ആ പോകുന്നത്. മൂന്നൊന്ന് കാണിച്ചു കൊടുക്കുക. നല്ലപോലെ നല്ല കിടില ആംബിയൻസ് ആണ്. കായംകുളം കായലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ 5 പ്രാവശ്യം കഴിയും. അത് 6ാമത്തെ പ്രാവശ്യം ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്ത് തന്നുകൊണ്ട് നമ്മുടെ പകുതിയല്ല 3/4 പണിയും കുറഞ്ഞു. തല അത് ഫുള്ളായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഒരു തലക്കറിയും കൂടെ വയ്ക്കുമായിരുന്നു. പക്ഷേ നല്ല നെയ്യുണ്ട്. ബോട്ടിലെ സ്റ്റൗവും സിസ്റ്റങ്ങളൊക്കെയാണ്. ഫിഷിംഗ് ബോട്ടിലെ സ്റ്റൗ ആണ്. ഫിഷിംഗ് ബോട്ടിലാണ് കറി വെക്കാൻ പോകുന്നത്. കപ്പ ഒഴുകി സ്റ്റൈൽ ആ മോഡലിലുള്ള കറിയാണ്. എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സവാള അരിഞ്ഞിടുകയാണ്. അപ്പോൾ നമ്മളടുത്ത പച്ചമുളക് ഇടുകയാണ്. ഉള്ളി ഒരു പരുവത്തിന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഇടാം. നമുക്കിനി മല്ലിപ്പൊടി ഇടാമേ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു. അടുത്ത മല്ലിപ്പൊടി ഇടുകയാണ്. അടുത്ത നമ്മൾ മുളക് പൊടി ഇടുകയാണ്. ഹോട്ടലൊക്കെ അറിയാകുമ്പോൾ ഇച്ചിരി മുളക് പൊടി എരിവൊക്കെ വേണമല്ലോ. അത് കാരണം നമ്മൾ ഇച്ചിരി മുളക് കൂടുതലായിട്ടൊക്കെ വെക്കുക. തക്കാളി ഇടുകയാണ്.
അപ്പോൾ ഈ മുളകും പൊടികളെല്ലാം മൂത്ത് നമ്മൾ പുളിവെള്ളം ഒഴിക്കാൻ പോകുക. ഇതാണ് ലവണ തൈലം കണ്ടാ. ആഹാ, എന്തോ ഒരു മണം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ലേശം ഉപ്പിടാമേ. ഇന്ന് മൂടാം. ഒരു 10 മിനിറ്റ് തിളക്കട്ടെ. എല്ലാവരും എടുത്ത കേട്ടോ, അടിപൊളിയായിട്ട് തിളച്ചു. നമുക്ക് മീനിടാൻ പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിട്ടാലോ? നമ്മൾ മീനിടുകയാണേ. ഈ ഒരു മീനിന് ഇത്ര ഹാറാണ് ഇച്ചിരി അല്ലേ? കട്ടി കൂടിയ മീനല്ല. അതെ അതെ, മീൻ വലയൊക്കെ ഈ വള്ളത്തില് വലയൊക്കെ കീറിക്കൊണ്ട് പോകുന്ന ഒരു ഐറ്റമാണ്. വല മുറിക്കും. നമ്മുടെ നാടൻ വെള്ളത്തിൽ ഈ ലൈലൻഡ് വെള്ളത്തിലെ വലയൊക്കെ എന്ന് പറയുമ്പോഴത്തേനെ മുറിച്ചോണ്ട് പോകും. ഇത്ര വലിയ മീനാണ്. വേവ് 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് വേവുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടുകയാണ്. നമ്മൾ അല്പം എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഒന്ന് ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയുണ്ട്? ആഹാ, അടിപൊളിയാ. ഞങ്ങളെ ചതിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്പസമയം നമുക്ക് തുറന്ന് വെച്ച് ഉപയോഗിക്കാം. ഞാനൊന്ന് എന്താ നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. ഞാൻ നമ്മൾ ചതിക്കപ്പെടത്തില്ല എന്ന 100% ഉറപ്പുണ്ട്. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഇനി സഹിച്ച പറ്റത്തുള്ളൂ. അല്ലല്ലോ, കുഴപ്പമില്ല, നല്ല കേട്ടോ. ഫുഡെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കടലിന് നടുക്ക് പോയിരുന്ന് കഴിക്കാൻ പോവാണ്. ബോട്ട് ഒരിടത്താണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്നത്. കടലിന്റെ നടുക്ക് പോയിരുന്ന് കഴിക്കാൻ പോവാണ്. ഫ്രാങ്ക് ഇതാ നമ്മുടെ ഫ്രാങ്ക്. ബോട്ട് ഓടിക്കണ്ടേ, കടലിനടുക്ക് പോയിരുന്ന് കഴിക്കും. കടലിന് നടുക്കിരുന്നാണ് ഈ വേളക്കറി കഴിക്കാൻ പോകാ. അടുത്ത പരിപാടി നമുക്ക് കപ്പ കഴിപ്പാണ് കേട്ടാ. ഇവിടെ ഇട്ടാ മതി. വെള്ളം തളി കേട്ടോ. ആഴക്കടലിന്റെ നടുക്ക് കപ്പയും വേളക്കറി ആയിരിക്കും. വേണ്ട നമ്മുടെ വേളക്കറി അടിപൊളി. വാ, വേളയുണ്ട്, വേള വേണ്ട അതിൻ്റെ പുറത്ത് വേണ്ട. കടി വാ 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 വാ. അപ്പൊ എല്ലാം ഉണ്ട്. വാ എല്ലാരും വാ വാ വാ. അടിപൊളി ചോറും കപ്പയും എല്ലാം. അൽഹംദുലില്ലാ. അടിപൊളി. ഇതാ നോക്കിയ സാധനം നോക്ക്. കടി എല്ലാരും കടി. വാ, അടിപൊളി. അടിപൊളിയല്ലേ? അടിപൊളി.
ഈ മീനിന്റെ ആ ഒരു ഞാൻ മീനിന്റെ അകത്ത് കൈ വെച്ച പിന്നെ അറിയാത്തില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഈ സാധനം മീൻ മാത്രം തിന്നിടാൻ മീനെടുത്ത് കഴിച്ചു, അടിപൊളി മീൻ. നോക്ക് എടുത്ത് കഴിച്ചു, അടിപൊളി മീൻ. അതാ വെണ്ണ പോലെ ഇരിക്കുന്ന മീൻ. വെണ്ണ 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 പോലെ ഇരിക്കുന്ന മീൻ. അടിപൊളി. കണ്ടോ ഇത്രയും അല്ലേ? കിടിലം. എവിടെ മേടിച്ച്? അടിപൊളി വേള. ഇതിനകത്ത് ഇനി ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളു. തേങ്ങ അരച്ചില്ല, തേങ്ങ അരക്കത്തില്ല. നമ്മള് എന്ത് ചെയ്യാന്നറിയാ? തേങ്ങ അരച്ച് നമ്മള് ഉള്ളി ഉള്ളിയില്ല ഉള്ളി നമ്മള് കിഴങ്ങറി വെക്കത്തില്ല. സൂപ്പർ കറി, അടിപൊളി കറി. തീർച്ചയായിട്ടും. അതെ അതെ. ഇതിന്റെ അത് എന്ത് ക്യാപ്ഷനാണ്? ഇത്ര അടിപൊളി സാധനം കഴിച്ചിട്ട് ഇതിന്റെ അത് ക്യാപ്ഷൻ ഇല്ല. സമുദ്രത്തിന്റെയും ഇതിന്റെ അത് എന്ത് പറഞ്ഞറിയാൻ ഇത്രയും ടേസ്റ്റ്. നമ്പീശാണ് ഇനി പറയേണ്ടത്. ഒരുപാട് വർഷം അതിർത്തി കിടന്ന് നല്ല ആഹാരമൊന്നും കഴിക്കാൻ ഇഷ്ടം പോലെ ആഹാരം കഴിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളിയാണ്, എക്സ് സർവീസ് മാനാണ്. പക്ഷേ നമ്മൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിലുപരി ഇന്നൊരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ആകാശവും ഇങ്ങനെയുള്ളൊരു ഫുഡ് ഏറ്റവും വെറൈറ്റി, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം കിട്ടിയെന്നുള്ളത്. നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു. ചേട്ടാ കറി അങ്ങനെ ഉണ്ട് ചേട്ടാ? കറി ഒന്നും പറയാനില്ല. പൊളി പൊളി ചേട്ടാ അടിപൊളി. അടിപൊളി എന്ന് പറയുന്നത് ഈ മീനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും മീൻ കഴിച്ചിട്ടില്ല. അതല്ല എന്റെ പ്രത്യേകത. അടിപൊളി. ഇതുപോലെ നല്ല കറിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയാൻ എല്ലാരും ഒരേപോലെ പറയുന്നത്, ആരും മോശപ്പെട്ട മറ്റേ ഏത് ഗൂൾപൂവിനകത്ത് പറയും, എന്താണ് ചാനലിൽ പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്, രക്ഷയില്ലാത്ത ടേസ്റ്റ്. കറി എന്ന് വെച്ചാൽ ഇത് പറഞ്ഞറിയില്ല. മത്സ്യത്തൊഴിലാളികൾ 10-20 വർഷത്തോളം കാലമായിട്ട് പോട്ടി പോകുന്ന ആളുകളാണ്. പക്ഷെ ഇതുപോലുള്ള കറി കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സൂപ്പർ മീൻ, അടിപൊളി മീൻ. 12 വർഷം ഞാൻ ഫ്രാങ്കായിട്ട് പോയിട്ട് എന്തായാലും അങ്ങനെ ഉണ്ട്. എന്നാൽ ഇത്ര നല്ല മീൻ കര വന്ന് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലാതെ നമ്മള് കടൽ വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്, ജീവനുള്ള മീൻ തിന്നുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് തിന്നുക. ഇത്ര ടേസ്റ്റും ഇത്ര നല്ല സുഹൃത്തുക്കളായിട്ട് ഇന്ന് കഴിക്കും. ഇത്ര സന്തോഷമായിട്ട് ഞാൻ ആഹാരം കഴിക്കുന്നു. അല്ലാതെ കറിയും കൊള്ളാം. പറയണേ മീൻ നല്ല അടിപൊളിയാണ്, നല്ല പക്കായ മീനില്ല. ഇതാണ് ഒരു പീസ് മീൻ പോലും ഇറക്കാൻ പറ്റുന്നൊരു വലിയ ആശയപരമായ ഒരു കാര്യമാണ്. കടകടകൾ കോഴികളും